ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. നമ്മുടെ അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വീട്ടിലെ ഉമ്മേനെയും അതുപോലെ വൈഫിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അക്ബറിന് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. അക്ബർ അവരെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ പൊട്ടി കരയുകയാണ്. കാരണം നമ്മളാണേലും അങ്ങനെ തന്നെയാണ്. ഇപ്പം അടച്ചിട്ട ഒരു സ്ഥലത്ത് കൊണ്ട് നമ്മളെ പാർപ്പിക്കുമ്പം അവിടെ എത്ര പേര് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കൊരു വിഷമം കാണും. അതുപോലെ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതുപോലെ അവരുടെ മുഖോർത്തൊക്കെ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഒരു ഏകാന്തവാസം പോലെയാണ് ബിഗ് ബോസ് വീടിനകത്ത് അക്ബർ പെട്ടുപോയിരിക്കുക എന്നൊരു അവസ്ഥയിലാണ്. അക്ബറിന് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ബിഗ് ബോസ് വീട്ടിൽ കൂടുതൽ ഇഷ്ടം ആരുടെയാണെന്ന് ചോദിച്ചപ്പം അക്ബർ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് അപ്പാനി ശരത്തിനാണ് ഇഷ്ടം. അവൻ എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കും, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അവനോടാണ് പറയാറുള്ളത് എന്നൊക്കെ ബിഗ് ബോസിനോട് നമ്മുടെ അക്ബർ പറയുവാണ്. അക്ബർ എന്നല്ല, ആരാണേലും അങ്ങനെ തന്നെയാണ്. നമ്മളാണെങ്കിൽ പോലും നമുക്കാണേലും അങ്ങനെ ഒരു വിഷമം തോന്നും. കാരണം നമ്മളെ ഒരു വേറൊരു സ്ഥലത്ത് കൊണ്ട് വേറൊരു പുതിയ ലോകത്ത് നമ്മൾ പെട്ടുപോയി കഴിയുമ്പം നമ്മൾക്ക് അവിടെ പരിചയമില്ലാത്ത മുഖങ്ങളും വേറെ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരും ഒക്കെയാണ്. അവിടെ നമുക്കൊന്ന് ഫോൺ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും അയൽവക്കത്തുകാരെയും എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ ആ ടൈമിന് നമുക്ക് ഒത്തിരി വിഷമവും സംഘർഷങ്ങളൊക്കെ മനസ്സിൽ തോന്നും. മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ അക്ബർ എത്ര നല്ലൊരു പ്ലെയർ ആണെന്ന് പറഞ്ഞാലും അക്ബറിനും അങ്ങനെ പൊട്ടിക്കരയുന്നൊരു ആയിരുന്നു ആ ബിഗ് ബോസിലെ കൺവെൻഷൻ റൂമിൽ കയറിയ സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പം. അത് ആരോട് ചോദിച്ചാലും അങ്ങനെ തന്നെ വരത്തുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നും. അങ്ങനെ ഒരു കാര്യമാണ് അവിടെ നടന്നത്. പിന്നെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ആരെ കൊണ്ടാണ്, ആരുടെ കൂടെയാണ് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തതായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പം അക്ബർ പറയുകയാണ്, അങ്ങനെ ആരുമില്ല. ഷാനവാസുമായിട്ടൊക്കെ ചെറിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവനും ആയിട്ട് ഒത്തുചേർന്ന് പോകാതിരിക്കാൻ പറ്റുന്നത്ര പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആരുമായിട്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ബിഗ് ബോസ് എന്നാണ് അക്ബർ പറഞ്ഞത്. അക്ബറിനെ വിളിപ്പിച്ച് ചോദിച്ചതുപോലെ ഒത്തിരി പേരെ ബിഗ് ബോസിൽ നിന്ന് വിളിപ്പിച്ച് അതുപോലെ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇവരിങ്ങനെ ചോദിക്കുന്നതെന്നോ അതൊന്നും നമുക്കറിയത്തില്ല. എന്നാലും എല്ലാവരെയും ഇങ്ങനെ വിളിപ്പിച്ച് അതിലേക്ക് വരുത്തിയിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പം എല്ലാവർക്കും മിസ് ചെയ്യും. കാരണം നമ്മൾ ഒരു പുതിയൊരു ലോകത്തിൽ ചെന്ന് പെട്ട അവസ്ഥയല്ലേ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അഭിപ്രായം പറ കൂട്ടുകാരെ.